ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ചധികം ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ആദിയോഗി വരെയായിരുന്നു പോയത്. അപ്പം അതിൻ്റെ തുടർക്കഥയായിട്ടാണ് ഈ ഒരു വീഡിയോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ആദിയോഗിയിൽ നമ്മളെടുത്ത റൂമിലാണ്. അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ പോകുന്നത് നേരെ തനിമ ഫാം ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലോട്ടാണ്. അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. അത് നിങ്ങൾക്ക് വഴിയെ കാണാം. ഇപ്പം ഞാൻ നമ്മുടെ ആദിയോഗിയിൽ നിന്ന് തിരിച്ച് നമ്മൾ പോകുമ്പോൾ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് മയിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ചെക്കനാണെങ്കിൽ മയിലിനെ നോക്കി അതേ നിൽക്കുകയായിരുന്നു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിട്ട് ഞങ്ങളിങ്ങ് കൊണ്ടുവന്നു. എൻ്റെ അമ്മയ്ക്ക് ഇതാ വീഡിയോസിൽ വരാനും അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ മോക്കും. ഇവർ രണ്ടുപേരും ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ ചോദിക്കും എന്താ വീഡിയോ എടുക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി എടുത്തു പോകും. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വണ്ടി വരും. കാരണം അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ വണ്ടിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ചധികം സമയം കിട്ടിയപ്പോൾ ചുമ്മാ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തു വെച്ചതാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദിയോഗിയിൽ കാല് കുത്തി ആ ഒരു മൊമെൻറ്റ് തൊട്ട് ഒരു പോസിറ്റീവ് എനർജി ഉള്ളിലോട്ട് വന്നൊരു ഫീലാണെന്ന്. ആ ഒരു സെയിം ഫീലിംഗ് ആണ് എനിക്ക് ഇവിടെ ചുറ്റുപാടും എനിക്ക് എവിടെ പോകുമ്പോഴും തോന്നുന്നത്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഫുള്ള് പച്ചപ്പും ഹരിതാപയും ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് ഈ ഒരു സ്ഥലത്തിന്. അങ്ങനെ നമ്മുടെ വണ്ടി എത്തി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ ഫുള്ളായിട്ട് എനിക്ക് സ്നാപ്പിൽ വീഡിയോസ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ചില വീഡിയോസിൽ കുറച്ച് ഫിൽറ്റർ അധികമായിട്ട് കിടക്കുന്നത്. ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. മോനാണെങ്കിൽ രാവിലെ തന്നെ കേക്ക് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിട്ടൊരു കേക്ക് വാങ്ങി. അതിൻ്റെ കോലം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ടണ്ടടൈം അങ്ങനെ കുത്തി ഇളക്കി ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇഷാ ടെമ്പിളിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നേരെ പോകുന്നത് തനിമ ഫാം ലൈഫിലേക്കാണ്. ആദിയോഗി അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇതുവരെ പോയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം. സത്യം പറഞ്ഞ ഒരു 2 ദിവസം കൂടി അവിടെ നിന്ന് കൊള്ളാം എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ കുറേ നല്ല ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്തത് വേറെ തന്നെ ഒരു വൈബായിരുന്നു. ഞാൻ ആദ്യം കരുതിയത് ഈ ഫാം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബോറിങ് പരിപാടിയായിരിക്കും എന്നാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടും. കാരണം 35 ഏക്കർ സ്ഥലത്ത് ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പാലക്കാടാണ്. ഇതൊരു ലക്ഷറി ഫാം സ്റ്റേ ആണ്. ഇവിടെ കുറേ സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട്. 4 കെട്ട് ലക്ഷറി റൂംസ്, റെഡ് ഫോർട്ട് വില്ല, മാംഗോ വില്ല, അങ്ങനെ കുറേ പേരുകൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചന്ദനമൊക്കെ തൊട്ട് തന്ന് നല്ല രീതിയിലാണ് അവർ നമ്മളെ വെൽക്കം ചെയ്യുന്നത്. പിന്നെ ആ കുട്ടിയുടെ ചിരി കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും എല്ലാവരും അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. കഴിഞ്ഞ എൻ്റെ ഏതോ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ചേട്ടൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീഡിയോ നിങ്ങളെ ഭർത്താവിനെ കൊണ്ടെടുപ്പിക്കും, നിങ്ങളെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശരിയാവുന്നില്ല, പറ്റില്ലെങ്കിൽ ഈ പരിപാടി ഇട്ടേച്ച് പോ എന്നൊക്കെയാണ് ആ ചേട്ടൻ പറഞ്ഞത്. കുറച്ച് വിഷമായി, എന്നാലും കുഴപ്പമില്ല. ആ കമൻറ്റ് കണ്ട് വിഷമമായിട്ട് എൻ്റെ ഭർത്താവ് കുറച്ച് വീഡിയോസ് എടുത്തു തന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഗൈസ്. പക്ഷേ കണ്ടിന്യൂസ്ലി അങ്ങനെ വീഡിയോസ് എടുക്കാൻ എൻ്റെ ഭർത്താവിന് പറ്റില്ല. കാരണം നമുക്കൊരു കുഞ്ഞു വാവയുണ്ട്. മോള് പിന്നെ അവളുടെ ഫ്രണ്ട്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വഴിക്ക് അങ്ങ് പോയിക്കോളും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 35 ഏക്കർ കിടക്കുന്ന ഒരു ഫാമാണിത്. അത് മുഴുവനായിട്ടൊന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം മോൻ നല്ല മൂഡിലിരിക്കുമ്പോൾ മാത്രമേ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കാറുള്ളൂ. അല്ലെങ്കിൽ ഫുൾ ടൈം ഫീഡിങ് റൂമിൽ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നതിന് ശേഷം അവർ നമുക്ക് നല്ല അടിപൊളി ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു. നിങ്ങൾ ആ കപ്പിലേക്കൊന്ന് നോക്കിക്കേ, നമ്മുടെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കപ്പാണ്. അങ്ങനെ ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് നേരെ ഈ ഹോളിലോട്ട് കയറാൻ പറഞ്ഞു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിനെ പറ്റിയും അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകളും അവിടുത്തെ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങോട്ട് വരാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മോൻ്റെ മൂഡ് മാറിയപ്പം ഞാൻ മെല്ലെ മോനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി.
പിന്നെ അതാ ഞങ്ങൾ ഓരോ കാഴ്ചകളായിട്ട് കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഓരോ ചെടിയെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ജസ്റ്റ് പേര് മാത്രം കേട്ട കുറേ ചെടികളും ഫ്രൂട്ടുകളും ഒക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു. ഈ കുട്ടിയായിരുന്നു നമ്മളെ ഗൈഡായിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. എനിക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫ്ലാറ്റിൽ നമ്മളെ കൂടെ വന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കിട്ടുന്നില്ല, ഇവർ ഈ മീൻ പിടിക്കുന്നൊക്കെ. അപ്പം എന്നെ പിടിച്ച് മുന്നോട്ട് ശരണ്യം മുന്നോട്ട് നിർത്തൂ എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് മുന്നിൽ നിർത്തിച്ച് ഈ വീഡിയോസൊക്കെ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തു. സത്യം പറഞ്ഞാൽ ചുറ്റുള്ള ആൾക്കാർ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുക? പറയുമ്പം വലിയ റീച്ചും കാര്യങ്ങളും ഒന്നുമില്ല, എന്നാൽ കൂടെ ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ ഗ്രൂപ്പായിട്ടൊരു ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെ സ്വഭാവം മോശമായാൽ നമ്മളെ ട്രിപ്പ് തന്നെ ആ ഒരു വൈബ് തന്നെ ഇല്ലാതാവും. പക്ഷേ ഈ ഒരു ടീം പറയാതിരിക്കാൻ പറ്റില്ല. ഈ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ട്, പക്ഷെ ഒരേ വൈബുള്ള മനുഷ്യന്മാരായിരുന്നു എല്ലാവരും. ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഈ ചെറിയ മോക്ക് ചെറുതായിട്ട് അച്ഛനെ ഒന്ന് മാറിപ്പോയി. അവൾ ഈ കഥയൊക്കെ പറയുന്ന സമയത്ത് ഫേസിലോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആള് മാറിയെന്ന് മനസ്സിലായത്. നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ വീഡിയോസ് ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. കാരണം മോനെ എൻ്റെ കയ്യിൽ തന്ന സമയത്ത് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫീഡിംഗ് റൂമിലേക്ക് ഞാൻ ഫോണും കൊണ്ടങ്ങ് പോയി. അടുത്തതായി നമ്മൾ പോകുന്നത് പാമ്പിനെ പിടിക്കാനാണ് ഗൈസ്. നമ്മളെന്ന് പറയുമ്പം ഞാനില്ല, എൻ്റെ മോള് വരെ പിടിച്ചു, പക്ഷെ ഞാൻ പിടിച്ചിട്ടില്ല. എന്തിനു പറയുന്നു, എൻ്റെ 2 വയസ്സുള്ള മോൻ വരെ പിടിച്ചു. എനിക്കിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പം തന്നെ അതിനെ കാണുമ്പോൾ പേടിയാവുന്നു. അതിനിടയ്ക്ക് നമ്മുടെ എന്നെ കുട്ടി ചെറുതായിട്ട് ഒച്ച വെച്ചു. അത് മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീണ്ടും അവൾ ധൈര്യം സംഭരിച്ച് നിൽക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ അടുത്ത ചെസ് നമ്പർ കയറിയിരിക്കുകയാണ്. എൻ്റെ കെട്ടിയോരും എൻ്റെ കുട്ടിയും. പിടിക്കുന്നത് അവരാണെങ്കിലും അവിടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഞാനായിരുന്നു. അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. എൻ്റെ ചെറുതാണെങ്കിൽ ഗ്ലൗസ് പോലും ഇടാതെയാണ് അതിനെ തൊടുന്നത്. എന്നെങ്കിലും ഒരു ദിവസം ഞാനും ഇങ്ങനെ പിടിക്കുമായിരിക്കും. അത് കഴിഞ്ഞത് അടുത്തത് എൻ്റെ പരിപാടിയായിരുന്നു. ഇവിടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് പക്ഷികൾക്ക് ഫുഡ് കൊടുക്കുക. നല്ല പരിപാടിയായിരുന്നു. കുറച്ച് ഫുഡ് എടുക്കുക, കയ്യിൽ വെച്ച് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചാൽ ഓരോ പക്ഷികൾ വന്നിട്ട് കൊത്തി തിന്നും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ ഒരൊറ്റെണ്ണം പോലും വന്നിട്ടില്ല. അതല്ലെങ്കിൽ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. അതെനിക്കുള്ള പണിയായി പോയല്ലോ. പോകുന്നുണ്ടല്ലോ എല്ലാവരും. പൂച്ചക്കുട്ടിയാട്ടാ. ആരും ഇഷ്ടപ്പെട്ടോ? ഇതിന്റെ നഖമൊക്കെ കട്ട് ചെയ്തു. Why are you crying? ഹലോ റയു, ബൈ. ആരും മൈൻഡ് കൂടി ചെയ്യണില്ല. ബൈ. എങ്ങനെയുണ്ട് ഇവിടെ? ഇഷ്ടപ്പെട്ടോ?
ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരെ ഉച്ചഭക്ഷണം കഴിക്കാനാണ്. നല്ല അടിപൊളി ലഞ്ചായിരുന്നു, നല്ല നാടൻ ഊണ്. ആസ് യൂഷ്വൽ നമുക്ക് ഇന്നും ഒരുമിച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ല, കാരണം മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാറി മാറി എടുത്താണ് ഫുഡ് കഴിച്ചത്. അടുത്തത് നമ്മൾ പോകുന്നത് അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ്. ഇത്ര ചെറിയ ഹൈറ്റ് ആയിട്ട് പോലും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോഴുള്ള പേടി ഇങ്ങോട്ട് വരാനുണ്ടായിരുന്നില്ല. എനിക്ക് ഗ്ലാസിനേക്കാൾ പേടിയായത് അതിൻ്റെ മുകളിൽ കുറേ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ലിപ്പായി വീഴുമോ എന്നുള്ള ടെൻഷനായിരുന്നു മെയിനായിട്ട്. പോയപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും വരുമ്പോൾ കൂട്ടത്തോടെയാണ് ഞങ്ങൾ വന്നത്. കണ്ണടക്കി. ഹലോ രയു, പേടിണ്ടോ? രയു ബായ്. എവിടെ അറിയോ? ദേദിന്റെ മോളാ ഇട്. അയ്യോ ഇട്. അടി എറി എറി. എൻ്റെ കെട്ടിയോണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഇങ്ങനത്തെ കുറേ അഡ്വഞ്ചർ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അപ്പം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന അഭ്യാസ പ്രകടനങ്ങളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ? ബൈ ബൈ ബൈ. അയ്യോ കോൺട്രാസ്റ്റ് പറയട്ടെ ഞാൻ. മഴയില്ല. ഓരോരോ സ്ഥലത്തേക്കുണ്ട്. കൈ വിട്ട് നോക്കിയാൽ മെല്ലെ രണ്ട് കൈ വിട്ടോ. ആര് കൈ വിട്ട് നോക്കിയേ? ആര് കൈ വിട്ടേ? ധൈര്യത്തിൽ കൈ വിട്ടോ. പേടിക്കണ്ട, കൈ വിട്ടോ. ആര് ഡോണിനോട് ഹായ് പറയണേ, ചിരിക്കണോ? അയ്യോ എന്തൊരു
ഫ്രണ്ടിലോട്ട് പോകും, ബാക്കിലോട്ട് വരില്ല, ബാക്കിലോട്ട്. അത് ആരെന്നെ കാണുന്നില്ല. റൈറ്റ് ലെഫ്റ്റ്. അയ്യോ ആ തൊപ്പി എടുക്കാം. തൊപ്പി നമ്മളെ ഹെൽമെറ്റ് ഇടും. മറ്റൊരു കാണുന്നില്ലല്ലോ. അങ്ങനെ ഇതാ രാത്രിയായി. വൈകുന്നേരം തൊട്ട് എൻ്റെ മോൻ എന്നെ നിലത്ത് നിർത്തിച്ചിട്ടില്ല. ഫീഡിംഗ് റൂം പോയി പാല് കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ നോക്കുമ്പോഴത്തേക്ക് ആൾ വീണ്ടും കരച്ചിലാവും. അങ്ങനെ ഫീഡിംഗ് റൂമിൽ തന്നെ കുത്തിയിരുന്ന് ഞാൻ മോനെ ഉറക്കി. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനിടയ്ക്ക് അമ്മ മസാജ് സെൻറ്ററിലൊക്കെ പോയി മസാജൊക്കെ ചെയ്ത് വന്നു. ഇപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വണ്ടിക്ക് വേണ്ടിയാണ്. ഇഷ ടെമ്പിളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു വണ്ടിയിലാണ് കൊണ്ടുപോകാമെന്ന്. അതുപോലെ ഇവിടെ ഉണ്ട് ഒരു വണ്ടി. ഇതാ ഇങ്ങനെ വന്ന് കൊണ്ടുപോയി നമ്മളെ ഓരോ സ്ഥലത്ത് ഇറക്കി തരും. ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ റയു ബേബിയാണ്. വണ്ടി കിടന്ന് കരഞ്ഞലമ്പാക്കിയപ്പോൾ മെല്ലെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തിയതാണ് നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ. അങ്ങനെ ഫാമിലെ ഒരു ദിവസം നമ്മൾ അടിച്ച് പൊളിച്ചു. കുറേ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വൈകുന്നേരമൊക്കെ മക്കൾ പൂളിലായിരുന്നു. അവിടെ ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോറിംഗ് ആവുമെന്ന് കരുതി വന്ന ഒരു ട്രിപ്പ് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി അടുത്തൊരു ട്രിപ്പിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.